ചാലക്കുടി അതിരപ്പള്ളിയിൽ രണ്ടിടത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി. ചിറക്കൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നമുക്ക് ആദ്യം ഈ ആനയുടെ പരാക്രമങ്ങളൊന്ന് കാണാം. വെളുപ്പിന് 5 മണിക്കാണ് ആന കണ്ടത്. ആന കണ്ടപ്പോൾ ആന കൂട്ടം ആനയായിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. തീയിട്ടപ്പോഴാണ് ആന പോയത്. ഒരു 10 തെങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഒരു 50 വാഴയിലും കൂടുതൽ കുറച്ചതും കുറയ്ക്കാത്തതായിട്ടുള്ള വാഴ കളഞ്ഞിട്ടുണ്ട്. ഗംഭീര നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഈ കാണിക്കുന്നതിനിടയിൽ കുറച്ച് ആനപ്പിണ്ടം കാണിച്ചു. അപ്പോൾ പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് എന്നോടൊരു ചോദ്യം ചോദിക്കും, ആനപ്പിണ്ടം കാണിക്കാനാണോ പറഞ്ഞത്? അതുകൊണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. വെറ്റിലപ്പാറ സിൽവർ സ്റ്റോമിനോട് ചേർന്ന് മറ്റൊരു കാട്ടാനക്കൂട്ടവും വന്നതിൻ്റെ പിന്നാലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം റോഡ് മുറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങൾ 24 കിട്ടി. ആ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോഴൊന്ന് കാണിച്ചു തരാം. മെയിൻ റോഡ് മുറിച്ച് കടന്നാണ് പോകുന്നത്. വളരെ ഈസി ആയിട്ട് മുറിച്ച് കിടക്കുക. നമ്മുടെ കൂട്ട് പേടിയൊന്നുമില്ല ആനയ്ക്ക്. ഇടതുവശം വലതുവശം നോക്കി കടന്നു പോകണമെന്നുള്ള ട്രാഫിക് റെഗുലേഷൻ ഒന്നും ഈ ആനകൾക്ക് ബാധകമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ കാട്ടാനക്കൂട്ടത്തെ കണ്ടാൽ ഉടൻ പേടി വരാത്ത സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. നല്ല പ്രഭാത കാഴ്ചയാണ്. ഒരു സംഘം ആനകൾ PWD റോഡ് മുറിച്ച് കടന്നു കഴിഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് ജാഗ്രത പറയൂ. അതിരപ്പള്ളിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് അത് നല്ലൊരു കാഴ്ചയാണ്. പക്ഷേ ആ നാട്ടുകാരെ സംബന്ധിച്ച് അവർ പറയുന്നത് വലിയ ഭീതിയാണ്. ഇന്നലെ വെറ്റിലപ്പാറയ്ക്ക് സമീപത്തുള്ള ജനവാസ മേഖലയിലുമാണ് വിവിധ ഇടങ്ങളിൽ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നത്. അത് ഒറ്റയായും അല്ലാതെയും ഒക്കെ ആനകൾ എത്തി എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചിറക്കൽ തുണ്ടത്തിൽ ഇറങ്ങിയ ഈ ആന ഹരിദാസന്റെ 50ഓളം വാഴകളാണ് നശിപ്പിച്ചത്. 10 തെങ്ങുകൾ നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ കവുങ്ങും മറ്റു പച്ചക്കറികളും എല്ലാം നശിപ്പിച്ച് ആന അവിടെ തന്നെ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചു. പിന്നീട് ഇവർ തീയൊക്കെ ഇട്ടാണ് ആനയെ ജനവാസ മേഖലയിൽ നിന്ന് താൽക്കാലികമായി തുരത്തിയത്. പക്ഷേ ആനക്കൂട്ടം സമീപത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ വെറ്റിലപ്പാറ സിൽവർ സ്റ്റോമിന് സമീപത്ത് ഈ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയത്. മറ്റൊരു കാട്ടാനക്കൂട്ടമാണ്. ആ ആനക്കൂട്ടം പിന്നീട് റോഡ് മുറിച്ച് കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വനംവകുപ്പിന്റെ RRT സംഘം അടക്കം അവിടെ എത്തി വാഹനങ്ങൾ തടഞ്ഞതിന് ശേഷമാണ് ഈ ആനയെ കടത്തിവിട്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിലേക്ക് കൂടുതൽ ആനകൾ എത്തുകയാണ് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ആശങ്കയ്ക്കിടയാക്കുന്നത്. ഈ ചാലക്കുടി പുഴയോട് ചേർന്ന് അവിടെ ഈ സോളാർ ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചതാണ്. പക്ഷേ ആ ഫെൻസിംഗ് സ്ഥാപിച്ചത് കൊണ്ട് തന്നെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഫെൻസിംഗ് അടക്കം ഈ മരം മറിച്ചിട്ട് തകർത്തതിന് ശേഷമാണ് ഈ ആനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന കാട്ടാനക്കൂട്ടം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ജനവാസ മേഖലയിലേക്ക് എത്തിയ ആനയാണ്. അത് രാവിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി തീറ്റ എടുത്തതിന് ശേഷം തിരികെ കാട്ടിലേക്ക് മടങ്ങുന്നതാണ്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെ ഈ മേഖലയിൽ നിലനിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.